PSC ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റസിനും വലിയൊരു ഘടകമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് എന്റെ കൂടെ ഉള്ളവരെല്ലാം PGക്ക് പോയി. ഞാൻ PGക്ക് പോയില്ല. എനിക്ക് PG വേണ്ട, എനിക്ക് എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം മതി എന്നുള്ളൊരു സ്റ്റേജിലെത്തിയപ്പോൾ അത് ഞാൻ ബാങ്ക് കോച്ചിങ്ങിനാണ് പോയത്. എനിക്കത് ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ PSC പഠിക്കാൻ. ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി നേരത്തെ അറിയായിരുന്നു, ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുള്ള കഥ ഓൾറെഡി എനിക്കറിയായിരുന്നു. പോന്നോ, എന്തായാലും നിനക്കും ജോലി വാങ്ങിത്തരാം എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആദ്യം ചൂസ് ചെയ്തത് ബെസ്റ്റ് പോയിന്റ് തന്നെയായിരുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വയനാട് എന്ന് പറയുന്ന അത്രത്തോളം ഞാൻ 0 ലെവലിൽ പോയൊരു ആളാണ് ഞാൻ. അവിടെ പോയി എനിക്കന്ന് 20-30 മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് അവിടെ 80-ഉം 90-ഉം കിട്ടുന്ന ആളുകളാണ്. പക്ഷെ അറിയാം, എനിക്ക് എന്റെ ലെവൽ അറിയായിരുന്നു, എനിക്ക് പഠിക്കണം എന്നുള്ള അതെനിക്ക് അറിയായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ റാങ്ക് ഫയൽ പഠിക്കുക തന്നെയാണ്. PSC ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഈ ബെസ്റ്റ് പോയിന്റിൽ അല്ലാതെ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നുള്ള എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളത്, ഞാനിവിടെ ഈ ഒരു റാങ്ക് ഫയൽ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പ് കൊണ്ട് ഈ റാങ്ക് ഫയൽ ഒരുപാട് വട്ടം കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ GKയിൽ നല്ലൊരു ലെവലാണ്. ഞാൻ ഇന്ന് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ റീസൺ ബെസ്റ്റ് പോയിന്റ് തന്നെയായിരുന്നു. നമ്മൾ അങ്ങനെ ആയിപ്പോവും, നമ്മളത് പഠിച്ചു പോവും. അതിപ്പോ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സപ്പോർട്ട് 100% സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ക്ലാസ്സിന്റെ ഇടയിലാണെങ്കിലും അങ്ങനെ അയ്യോ ഞാനിപ്പോ ഇത് ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല. എല്ലാവരും ഭയങ്കര ഒരു ക്ലാസ് റൂം എന്നുള്ളതല്ല, നമ്മളെല്ലാവരും കൂടെ ഒരു ഡിസ്കഷൻ രൂപത്തിലുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ. ഇഷ്ടപ്പെട്ട നമ്മൾ അതിന് വേണ്ടി ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കിട്ടും.